ഹലോ, വെൽക്കം ടു ഗോൾഡൻ ഡയറി. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ റോസ്റ്റാണ്. 1 കിലോ കൂന്തലാണ് ഇതിനു വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ കൂന്തൽ നമ്മൾ നല്ല സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് റൗണ്ടായിട്ടോ സ്ക്വയർ പീസായിട്ടോ കട്ട് ചെയ്യാം. ഞാനിവിടെ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കൂന്തലിന് നമ്മുടെ നാട്ടിൽ കണവ എന്നൊരു പേരും കൂടെയുണ്ട്. കൂന്തൽ കട്ട് ചെയ്തതിന് ശേഷം കഴുകി വാരി വൃത്തിയായിട്ട് എടുക്കണം. കഴുകി വാരി എടുത്ത കൂന്തൽ നമ്മൾ വെള്ളം തോരുന്നതിന് വേണ്ടിയിട്ട് തോരാനുള്ളൊരു പാത്രത്തിൽ വയ്ക്കണം. കണവ റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് 1 കിലോ കണവയ്ക്ക് 3 സവോള, 1 കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി 20 പച്ചമുളക് 3 കറിവേപ്പില 2 തക്കാളി 1 മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മസാലപ്പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് 1/4 ടീസ്പൂൺ എന്നിവയാണ് വേണ്ടത്. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ജസ്റ്റ് ഒന്ന് ഇളക്കി അതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് സവോള അരിഞ്ഞ് വെച്ചിട്ട് ചേർത്ത് കൊടുക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കണം. സവോള ഒന്ന് വഴന്ന് വരുന്നോടം വരെ നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വേണം ഇടാൻ. ഇനി മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. മസാലക്കൂട്ട് ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഇളക്കി യോജിപ്പിക്കണം. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. നന്നായിട്ട് വഴറ്റി എടുക്കണം. പച്ചമണം മാറി കഴിയുന്നോടം വരെ ഇളക്കണം. നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അന്നേരത്തേക്ക് നമ്മൾക്ക് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നമ്മൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. തക്കാളി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് കൂന്തൽ ചേർത്ത് കൊടുക്കാം. കൂന്തൽ ചേർത്ത് നന്നായിട്ട് ഗ്രേവിയെല്ലാം നന്നായിട്ട് പിടിക്കാൻ പാകത്തിന് നന്നായിട്ട് മിക്സ് ചെയ്യണം. അരപ്പ് എല്ലായിടത്തും കൂന്തലിലും എല്ലായിടത്തും പിടിക്കാൻ പാകത്തിന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മൾക്കിതൊന്ന് ആവി കയറാൻ വയ്ക്കാം, മൂടി വയ്ക്കാം. ജസ്റ്റ് ഒന്ന് ആവി വരുമ്പോഴത്തേക്കും എടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം കുറവാണെങ്കിൽ നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ തിളയ്ക്കാൻ വയ്ക്കാം. ഇടയ്ക്കൊന്ന് മൂടി വേണം നമുക്ക് ഇളക്കി കൊടുക്കാം. കൂന്തലിലൂടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കൂന്തലിന് നല്ല വേവുണ്ട്. അതുകൊണ്ട് ഒരു 20-25 മിനിറ്റെങ്കിലും ഇത് നന്നായിട്ട് കുക്ക് ചെയ്യണം. എന്നാലേ ഇത് വെന്ത് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ റബ്ബർ പോലെ ഭയങ്കര കട്ടിയായിരിക്കും. പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടി വേണമെങ്കിൽ നമുക്ക് കുക്കറിൽ വയ്ക്കാം. കുക്കറിൽ വെച്ച് 2 വിസിലടുപ്പിച്ചാൽ മതി. ഞാൻ സാധാരണ ചട്ടിയിൽ തന്നെയാണ് വയ്ക്കാറ്. ഇതിലുള്ള വെള്ളം വറ്റി വരുമ്പോഴത്തേക്കും കൂന്തൽ നന്നായിട്ട് വെന്തോളും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി.
ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൂന്തൽ ഇവിടെ നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. അതിലുള്ള വെള്ളം നന്നായിട്ട് നമുക്ക് പറ്റിച്ചെടുക്കണം. തീ ഫുൾ ഫ്ലെയിമിലിട്ടാൽ മതി. ഇപ്പോൾ പെട്ടെന്ന് പറ്റി വന്നോളും. കൂന്തൽ റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. ഇപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും നമ്മൾക്കിത് കഴിക്കാവുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.